Hi all, welcome back to Retro Focus. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗംഭീര ടാസ്ക് ആയിരുന്നു. ഒരുപാട് സമയം വേണ്ടി വരുന്ന ടാസ്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. സീസൺ 1 വിന്നറായ സാബു മോൻ ഹൗസിലെത്തിയതോടുകൂടിയാണ് ടാസ്ക് അവസാനിച്ചത്. ടാസ്കിൽ ഇന്ന് അളിഞ്ഞു പോയത് ഷാനവാസാണ്. സത്യം പറഞ്ഞ ഷാനവാസ് മെഴുകുന്നതാണ് കണ്ടത്. പുള്ളിക്കാരന്റെ ബുദ്ധി ഉപയോഗിച്ച് ആര്യന്റെ ടാസ്ക് ഒക്കെ പൊളിച്ചു എന്ന് വിചാരിച്ച് മാസൊക്കെ കാണിച്ച് മീശ പിരിച്ച് പെങ്ങളോട്ടിമാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ടാസ്കിൽ വിജയിച്ച ആര്യനും ടീമിനും അഭിനന്ദനങ്ങളെന്ന്. പൊളിഞ്ഞില്ലേ? പുള്ളിക്കാരനും കൂടെ ഭാഗാവേണ്ട ടാസ്ക് ആയിരുന്നു. എങ്ങനെ പൊളിയാതിരിക്കും? പിന്നെ കുറച്ചു നേരത്തേക്ക് വലിച്ചു ചേരുവോടുകൂടി അവിടെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഉരുളുന്നു, മെഴുകുന്നു, ന്യായീകരിക്കുന്നു, പതിവ് ഐറ്റംസ് തന്നെ. ഏതായാലും പുള്ളിയുടെ ബുദ്ധി നൈസായിട്ട് ചീറ്റിപ്പോയി. ഒരു ടാസ്ക് കൊടുത്താലും മനസ്സിലാക്കാനോ ചെയ്യാനുള്ള കഴിവില്ല, അത് പോട്ടെ. എന്നാൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാമല്ലോ, അതുമില്ല. ആരും പറഞ്ഞു വന്ന ടാസ്ക് ആര്യന് ഗുണമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതെങ്ങനെ പൊളിക്കാന്നായിരുന്നു ആദ്യത്തെ ചിന്ത. വിശ്വസിക്കാൻ വേണ്ടി തെളിവായിട്ട് ബിഗ് ബോസ് കൊടുത്ത ഫോൺ കാണിച്ചിട്ട് പോലും ടാസ്കിൽ കൂടി അടിപൊളിയാക്കാന്ന് ഇയാൾ വിചാരിച്ചില്ല. ലാലേട്ടനൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ടാസ്ക് അടിപൊളിയാക്കണമെന്ന്. ഈ ഷാനവാസിന്റെ വിചാരം ഇങ്ങനെ വലിയ ബുദ്ധിമാനാണെന്നാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കിടക്കുന്നത് തന്നെയാണ്. ഇയാൾ ആളുകളോട് പറയുന്നത് മുഴുവൻ നുണയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ആ കാര്യം വിശ്വാസമില്ല. ഈ തെളിവുകളെല്ലാം കാണിച്ച് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങേരെ അടുത്ത് ആര്യം ചെന്നപ്പോൾ ഇങ്ങേര് മാസ് കാണിക്കുന്നു, ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നു, വൻ ബുദ്ധിയാണെന്ന് വിചാരിച്ച് ആദിലയോടും നൂറയോടും പറയുന്നു, അതും ആരും കാണാത്ത രീതിയിൽ. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് സ്റ്റോർ റൂമിലൂടെ വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഷാനവാസിന്റെയും പെങ്ങളോട്ടിമാരുടെയും പ്ലാൻ. ഷാനവാസിന്റെ ഈ മണ്ടത്തരം കണ്ടപ്പോൾ തന്നെ ബിഗ് ബോസിന് മനസ്സിലായി ഈ പരിപാടി നടപടിയാവില്ല. അവസാനം ബിഗ് ബോസ് തന്നെ ആര്യനോട് പറഞ്ഞു ഷാനവാസിനെ കൊണ്ട് ഈ പരിപാടി നടക്കില്ല, അതുകൊണ്ട് ഷാനവാസിനെ ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫുൾ പ്ലാൻ മാറ്റി, ബിഗ് ബോസിനോടെ കളി. എന്നിട്ട് ബാക്കിയുള്ള 5 പേരെ വെച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരു ഒറ്റ ആൾ കാരണം ടാസ്കിന്റെ രസം പോയി. സ്റ്റോർ റൂമിലൂടെ വരേണ്ടിയിരുന്ന സാബു വന്ന ആക്ടിവിറ്റി റൂമിലൂടെയാണ്. പ്ലാൻ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടും ഷാനവാസും ആദിലയും നൂറയും ചേർന്ന് ടാസ്ക് പൊളിക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ച് ആര്യനും കൂട്ടരും ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം അവരുടെ വിജയത്തിന് മാറ്റുകൂട്ടി. അതുമാത്രമല്ല, ഇതൊരു സിംഗിൾ ടാസ്ക് ആയിരുന്നില്ല, ഒരു സീരീസ് ഓഫ് ടാസ്ക് ആയിരുന്നു. ഇത്രയും പേരുടെ കണ്ണുപിടിച്ച ടാസ്ക് ഇന്ന് അത്ര എളുപ്പമല്ലോ. അവസാന ടാസ്കിൽ ആരും കാണാൻ സാബുവിനെ ഹൗസിൽ കയറ്റി ഒളിപ്പിച്ചിരുത്തുകയും തരുന്ന ഫുഡ് കഴിച്ചു തീർക്കുകയും ചെയ്യണമായിരുന്നു. അവർ സാബുവിനകത്തേറ്റ് ഒളിപ്പിക്കുകയും ചെയ്തു, ഫുഡ് എടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് സാബുവിനെ ഒളിപ്പിച്ച സ്ഥലത്തുനിന്ന് മാറ്റണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അങ്ങനെ അക്ബർ സാബുവിനെ വാഷ്റൂമിലേക്ക് ഒളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴി അനുമോൾ കാണാനിടയായി. അതിനുശേഷം ആദില അനുമോളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു. അവസാനം വാഷ്റൂമിൽ നിന്നിരുന്ന ഹാബോൻ ഹൗസിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയാണ് ആ ടാസ്ക് അവസാനിച്ചത്. ആദ്യത്തെ ടാസ്കിൽ ആരും കാണാതെ ആര്യൻ ബർഗർ കഴിച്ചു. രണ്ടാമത്തെ ടാസ്കിൽ അക്ബറിനെയും കൂട്ടി ആര്യൻ പിസ്സ കഴിച്ചു. മൂന്നാമത്തെ ടാസ്കിൽ ലക്ഷ്മിയെ സാബുമാനും കൂട്ടി ചിക്കനും 7-Up കഴിച്ചു. നാലാമത്തെ ടാസ്കിലായിരുന്നു സംഭവബഹുലമായ സാബുമോന്റെ എൻട്രി. അങ്ങനെ മൊത്തത്തിൽ ടാസ്ക് ഒക്കെ അടിപൊളിയായിരുന്നു. എന്നാലും എൻ്റെ ഷാനവാസേ. ബാക്കി വിശേഷങ്ങളെ പിന്നീട് കാണാം. താങ്ക് യു.